പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരികയാണ്. ഇത്രമാത്രം ബുദ്ധികൂർമ്മയുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ഭാഗ്യവും മുൻകാലങ്ങളുടെ നമ്മുടെ ദൗർഭാഗ്യവും. അദ്ദേഹം ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ടാണ് പോകാറുള്ളത്. ഇന്നതാണ് ഇന്ന സ്ഥലത്തെറിക്കുക എന്നുള്ള ശരിയായിട്ടൊരു സ്റ്റഡി നടത്തിയ ശേഷമാണ് അദ്ദേഹം സന്ദർശനങ്ങൾ നടത്തുക. ഭാഷ പോലും പഠിക്കും. ഭാഷയിലൊരു 2 വാക്ക് പോലും, അതിപ്പോൾ ഭോജ്പുരി ആയാലും മൈഥിലി ആയാലും ഏത് ഭാഷയായാലും 2 വാക്ക്, തമിഴായാലും 2 വാക്കെങ്കിലും പഠിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി പോകും. ഇപ്പോൾ ഇസ്രായേലിലെ പാർലമെൻറ്റായിട്ടുള്ള നെസറ്റിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണം ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള സന്ദർഭങ്ങൾ മുഴുവൻ, ഏതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ചരിത്ര വിദ്യാർത്ഥിക്ക് പോലും ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ഒക്കെയാണ് ഒരു പേപ്പർ പോലും നോക്കാതെ കൊണ്ട് അദ്ദേഹം അവിടെ പറഞ്ഞു. അതുപോലെ നമ്മുടെ 2 മതങ്ങളുടെ അല്ലെങ്കിൽ സംസ്കാരങ്ങളുടെ, യൂത സംസ്കാരത്തിൻ്റെയും ഹൈന്ദവ സംസ്കാരത്തിൻ്റെയും ഉത്സവങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതുവരെ ഞാൻ പഠിച്ചിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങൾ ഒക്കെ തന്നെയാണ്. നമ്മുടെ നിറങ്ങളുടെ ആഘോഷമായ ഹോളി വരുന്ന സമയമാണ്. അതേപോലെ നിറങ്ങളുടെ ഒരു ആഘോഷം യഹൂദർക്കുണ്ടെന്നും മോദി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വാസ്തവത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള പഠനങ്ങൾ നടത്തി വരുന്ന മോദി ഇപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെത്തുകയാണ് എറണാകുളത്ത്. അദ്ദേഹം പല പരിപാടികളുണ്ട്. അമൃത ഭാരത് എക്സ്പ്രസിൻ്റെ ഫ്ലാഗ് ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നവീനമാക്കിയ നിരവധി റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അവയുടെ കൂട്ടമായിട്ടുള്ള ഉദ്ഘാടനം എറണാകുളത്ത് നിന്ന് തന്നെ അദ്ദേഹം നടത്തും. അതുകൂടെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനത്തെ ഇനമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ആ വലിയ വിശാലമായ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളികൾ നടക്കാറുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ ഒടുവിലത്തെ കളികളും നടന്ന ആ സ്ഥലത്ത് GCDAയുടെ നേതൃത്വത്തിലുള്ള ആ സ്റ്റേഡിയത്തിൽ, GCDA നടത്തുന്ന ആ സ്റ്റേഡിയത്തിൽ, ഉടമസ്ഥതയിലുള്ള ആ സ്റ്റേഡിയത്തിൽ അദ്ദേഹം പറന്നിറങ്ങുന്നത്. തീർച്ചയായിട്ടും അവിടെ അദ്ദേഹം പോകുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ അഭിലാഷം എന്താണ്, ഈ സന്ദർഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കും. അതെന്താണ് ആ ആവശ്യം? നിങ്ങൾക്കും ബോധ്യമുണ്ടാകും. കേരളത്തിന് ഈ നിമിഷത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ആവശ്യം തന്നെയില്ല. നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം സെസേഷൻ ഓഫ് വാർ ഇൻ ദി ഗൾഫ് റീജിയൻ, ഗൾഫ് മേഖലയിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം കേരളത്തിൽ ഒരു കുടുംബം പോലും ഉണ്ടാവില്ല ഗൾഫ് രാജ്യങ്ങളിൽ ബന്ധുക്കൾ ഇല്ലാത്തതായിട്ട്. അത്രമേൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നമുക്കുള്ളത്. പണ്ടേയുള്ള ബന്ധമാണ്. സാമൂതിരി രാജാവിൻ്റെ കാലം മുതൽ അവർ കച്ചവടത്തിനായിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു. ഇപ്പോൾ തൊഴിലിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. UAEയുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റുമുണ്ട്. സമഗ്ര വ്യാപാര കരാർ കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യവസായങ്ങളും അതുപോലെ തന്നെ ഉപഗ്രഹം ഉൾപ്പെടെയുള്ള മേഖലകളും ഒക്കെ പരസ്പര സഹകരണത്തിൽ, യുദ്ധം പോലുള്ള ആയുധങ്ങൾ പോലുള്ള ഒക്കെ തന്നെ സമഗ്രമായിട്ടുള്ള സാഹോദര്യപൂർവമുള്ള ഇടപെടലിൻ്റെ ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം UAEയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരം ലഭിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. വേറൊരു വിദേശ മേധാവിക്കും ഒരു രാഷ്ട്രത്തലവനും കിട്ടാത്ത സ്വീകാര്യത. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ ആ യുദ്ധങ്ങൾ അവിടെ ആ മണ്ണിൽ അവസാനിക്കേണ്ടത് മോദിയുടെയും കൂടി ഒരു ആവശ്യമാണ്. ഇപ്പോൾ അതിന് പറ്റിയ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ കോടിക്കണക്കിന് രൂപ, ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച, ഇപ്പോഴത്തെ കണക്കല്ല, 2 ആഴ്ചയാവുന്നു, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 55,000 കോടി രൂപ ആണ് അമേരിക്കയ്ക്ക് മാത്രം ചിലവാക്കേണ്ടി വന്നത്. അമേരിക്ക സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണെന്ന് ഓർക്കണം. അപ്പോൾ വമ്പിച്ച നഷ്ടം. ഇത്ര ആയുധങ്ങൾ പതിച്ചിട്ടും ഇറാൻ ഒരു കുലുക്കവുമില്ല. അതുപോലെ തന്നെ ഒരു മണ്ടത്തരം പറ്റിയ, നേരത്തെ അവർ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ മലമുകളിലൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് 200 മീറ്റർ താഴത്തിലേക്ക് പോയി അമേരിക്കയ്ക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് വീരവാദമൊക്കെ മുഴക്കിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. അതുകൊണ്ടാണല്ലോ 2ാമത് യുദ്ധം ചെയ്യേണ്ടത്. അത് നിഷ്ഫലമായിരുന്നു എന്നുള്ളതുകൊണ്ട്
ഇപ്പം തീരും, ഒരൊറ്റ രാത്രി കൊണ്ട് തീരും. അയത്തുള്ള ഖമേനിയെ വധിക്കുന്നതോടുകൂടി ജനങ്ങളെല്ലാം തെരുവിലിറങ്ങി വിപ്ലവം നടത്തും, ഭരണത്തെ അട്ടിമറിക്കും എന്നൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. അതും പോയി. 2 ദിവസത്തിനകം സംഭവിക്കുമെന്ന് വിചാരിച്ചാൽ അത് നടന്നില്ല, ഒരാഴ്ച നടന്നില്ല. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രശ്നമാണ്, വമ്പിച്ച പ്രഷറും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ട്രംപിനെ വിളിച്ചു കുടഞ്ഞു പുടിൻ. ചൈന ശരിക്കും വാൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും ഇത് അനാവശ്യമായിട്ടുള്ള യുദ്ധമാണെന്ന് പറയുന്നുണ്ട്. ഗൾഫിലെ തന്നെ പ്രധാനപ്പെട്ട വ്യവസായികൾ, കോടികൾ അമേരിക്കയ്ക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന വ്യവസായികൾ, അവരൊക്കെ തന്നെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണോ ഞങ്ങളുടെ മണ്ണിൽ യുദ്ധം നടത്താൻ, നിങ്ങൾ എന്തിനാണ് ഇറാനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചെടുത്തത്, എന്ത് അവകാശമാണ്, അവിടെ 165 പിഞ്ചു പെൺകുട്ടികളെ കൊല്ലാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. ലോകം ചോദ്യം ചെയ്യുകയാണിപ്പോൾ, നിശബ്ദരായിട്ടിരിക്കുകയല്ല. അമേരിക്കയിലും അതുപോലെ തന്നെ ഡെമോക്രാറ്റുകൾ പ്രത്യേകം വിളിച്ചുകൂട്ടി ഇയാൾക്ക് ഈ യുദ്ധം ചെയ്യാൻ എന്താ അവകാശമെന്ന് ചോദിച്ചു. ഭൂരിപക്ഷം കൊണ്ട് കഷ്ടിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു. ഇനിയും ചോദ്യങ്ങൾ വരാതിരിക്കുന്നേ ഉള്ളൂ. അമേരിക്കൻ സുപ്രീം കോടതി തന്നെ പറയും യുദ്ധക്കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു മോദി എന്ന് പറയും. നമ്മൾ കണ്ടല്ലോ ജപ്തിയുടെ കാര്യത്തിൽ, വ്യാപാര ചുങ്കത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് അനിഷ്ടങ്ങൾ ട്രംപിനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ എങ്ങനെയും ഒന്ന് ഇതിൽ നിന്ന് കരകയറിയാൽ മതിയെന്ന് വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഒക്കെ സംഭവിച്ചതുപോലെ അമേരിക്ക കരുതുന്ന ഒരു സമയമാണ്. അത്രമേൽ സമ്മർദ്ദമാണ് അവർക്ക് മേൽ. ഇസ്രായേലും അതുപോലെ സമ്മർദ്ദം നേടുന്നു. ഹിസ്ബുള്ള വീണ്ടും ലെബനനിൽ നിന്ന് അവർക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഇസ്രായേലിലെ പൗരന്മാർ കൊല്ലപ്പെടുക എന്നുള്ള അപൂർവമായിട്ട് സംഭവിക്കാറുള്ള കാര്യമാണ്. ഹമാസ് മരിക്കുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്നുള്ളത് സാധാരണ സംഭവമാണെങ്കിൽ ഇത് അസാധാരണ സംഭവം, അതും സംഭവിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. നഗരങ്ങൾ തീയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എണ്ണപ്പാടങ്ങൾക്ക് തീയിടാൻ ശ്രമം നടത്തുന്നു. അപ്പോൾ ഇസ്രായേലും ഒരുമാതിരി പരിഭ്രാന്തിയിലാണ്. കരയുദ്ധം നടത്തണമെങ്കിൽ ചൈനയുടെ അതിർത്തിയിലൂടെ കയറണം, പാകിസ്ഥാൻ്റെ ചൈനയുടെ അതിർത്തിയിലൂടെ. അത് വലിയ കുഴപ്പത്തിനിടയാക്കും. ചൈന വെറുതെ ഇരിക്കുകയില്ലെന്നറിയാം. അതുകൊണ്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയിലുള്ള പാകിസ്ഥാനിലൂടെ കടന്നു കയറി കരയുദ്ധം നടത്തിയാലോ എന്ന് ആലോചിക്കുക. അതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അമേരിക്ക എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ താലിബാൻ അവിടെ സജീവമാവും. അതുകൊണ്ട് ആകപ്പാടെ കൂടെ ഇതികർത്തവ്യത മൂഢതയിലാണ്. ഇനി എന്തു ചെയ്യേണ്ടു എന്നറിയാതെ കേഴുകയാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ. ഫലത്തിൽ പുറമേ അവർ വലിയ വാചകടിക്കും. ഞങ്ങളിപ്പോൾ സിവിലിയന്മാരെ കൊല്ലും, ഒരുപാട് പേരെ കൊല്ലും, അതുകൊണ്ട് നിങ്ങൾ മറഞ്ഞിരുന്നു, ഒളിച്ചിരുന്നു, വലിയ ഇതുവരെ ഏൽപ്പിക്കാത്ത ആഘാതമാണ് ഞങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ വിരട്ടി എന്തുവാണ് മല എലിയെ പ്രസവിച്ചതുപോലെ ആയിപ്പോയത്. ഒന്നും സംഭവിച്ചില്ല. സാധാരണ അവിടെ സംഭവിക്കാറുള്ളത് പോലൊക്കെ സംഭവിച്ചുള്ളൂ. ഏതോ ഒരു പെട്രോൾ ഓയിൽ റിഫൈനറി അല്ല, ഓയിൽ പാടം അവിടെ കൊണ്ടുപോയി തീയിട്ടു, വെള്ളപ്പുക ആകാശത്ത് വരും. ഇത്ര മാത്രമേ ഉള്ളൂ. ഇറാൻ അതൊന്നും ഒരു വിഷയമേ അല്ല. അവരുടെ മതമാണ് പ്രശ്നം. അതിനുവേണ്ടി തന്നെയാണ് മരിക്കാനും ആ രാജ്യം ഇല്ലാതാവാനും എല്ലാം തയ്യാറാണ്. അവർക്ക് ലക്ഷ്യം സ്വർഗമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഇനി ഇവിടെ ഒരു വിജയം സാധ്യമല്ല എന്നൊരു കണക്കുകൂട്ടലാണ്. ഇത്രയൊക്കെ ചുമ്മാ പണം ചിലവാക്കി പാഴാക്കി കളയാവുന്നല്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ശരിയായിട്ട് ഒരു പക്ഷവും ചേരാതെ ഒരു ഇൻ്റർലൊക്യൂട്ടറായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന രാജ്യം ഇന്ത്യയാണ്. ഈ കാര്യം സമ്മതിച്ചിട്ടുണ്ട് ചൈന, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ. ഇറാനും സമ്മതിച്ചിട്ടുണ്ട്. ഇറാൻ പറഞ്ഞു ഞങ്ങൾ യുദ്ധം നിർത്താം ഒരൊറ്റ കണ്ടീഷനിൽ, സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് എന്നുള്ളത് മാത്രമാണ്. സെസേഷൻ ഓഫ് അഗ്രഷൻ, ഞങ്ങളുടെ രാജ്യത്തേക്കുള്ള അക്രമം നിർത്തിയാൽ ഞങ്ങളപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രംപ് തന്നെ പറഞ്ഞല്ലോ ഇത് 6 മാസം വരെ നീളാം എന്നൊക്കെ പറഞ്ഞ ട്രംപ് ഇപ്പോൾ പറയുന്നത് എന്താ, ദിസ് വാർ വിൽ ബി ഷോർട്ട് ടേം. കാരണം ഇത് അധികം കൊണ്ടുപോകാൻ, ഇത് ഓടുകയില്ല അധികം, അതിനുള്ള പെട്രോൾ ഈ വണ്ടിയിലില്ല, യുദ്ധത്തിൻ്റെ വണ്ടിയിൽ എന്ന് പരസ്യമായിട്ട് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ചർച്ചയുടെ ഡിപ്ലോമസിയുടെ, ഡയലോഗ് ആൻഡ് ഡിപ്ലോമസി എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പോളിസിയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും അതിനുള്ള കളമൊരുക്കിയ ശേഷമായിരിക്കും കേരളത്തിലേക്ക് വരിക. കാരണം കേരളീയൻ്റെ ഏറ്റവും നീറുന്ന ബേണിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അതിനൊരു മറുപടിയും കൊണ്ട് തന്നെയായിരിക്കും മോദി വരിക. അതിനൊരു മറുപടി ഉണ്ടായെങ്കിൽ മാത്രമേ BJPക്ക് തിളങ്ങുന്ന ഒരു വിജയം സമ്മാനിക്കാൻ കഴിയൂ. ബംഗാളിൻ്റെ ചുവപ്പുമണ്ണിൽ കാവി കലർത്തിയതുപോലെ
ഒരു വിജയം കേരളത്തിൽ കരസ്ഥമാക്കാൻ കഴിയുന്ന ഏക നയതന്ത്രം തന്ത്രം എന്ന് പറയുന്നത് ഈ ഗൾഫിലെ നമ്മുടെ മലയാളികളുടെ ജീവിതം പഴയതുപോലെ സുരക്ഷിതമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഒരു പ്രഖ്യാപനവുമായിട്ടായിരിക്കും നരേന്ദ്രമോദി വരിക. അല്ലെങ്കിൽ അതിനുള്ള പ്രഖ്യാപനം ഇവിടെ വേണം, അത് ഫലവത്താക്കുകയും വേണം എന്നുള്ള ഒരു തീരുമാനം കേരളത്തിലെ BJP നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഒരിക്കലും തീരില്ലെന്ന് വിചാരിച്ച മൊയ്ത്തികളും കുക്കികളും തമ്മിലുള്ള കലഹം പോലെ കലുഷിതമായിട്ടുള്ള യാക്കോബ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ആ യുദ്ധത്തിന്, ആ സംഘർഷത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ മോദിക്ക് ഈ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അത് ഉണ്ടാവണം. ആ ഉണ്ടാവാനുള്ള ഒരു വാഗ്ദാനമെങ്കിലും കേരളത്തിന് നൽകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.